ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം സഹോദരങ്ങളെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായമാണ്. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ കണ്ട സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും അവിടുത്തെ ദൈവഭക്തനായ ദാനിയേൽ വെളിപ്പെടുത്തുന്ന സംഭവമാണിത്. മനുഷ്യൻ്റെ അറിവിനും കഴിവിനും അതീതമായ കാര്യങ്ങൾ ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന ദിവ്യജ്ഞാനത്താൽ വെളിപ്പെടുത്തുവാൻ ദാനിയേലിന് സാധിച്ചു. മനുഷ്യരുടെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു പ്രതിമയെക്കുറിച്ചായിരുന്നു ആ രാജാവിൻ്റെ സ്വപ്നം. ഓരോ ലോഹങ്ങളും ഓരോ സാമ്രാജ്യങ്ങളെയും കാലഘട്ടങ്ങളെയും സൂചിപ്പിച്ചു. പൊന്നുകൊണ്ടുള്ള തല ബാബിലോണിനെയും വെള്ളിയും താമ്രവും തുടർന്നുണ്ടായ സാമ്രാജ്യങ്ങളെയും, ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലുകൾ അവസാന നാളുകളിലെ ദുർബലമായ സാമ്രാജ്യങ്ങളെയും പ്രതിനിധാനം ചെയ്തു. ഇത് ലോക ചരിത്രത്തിൻ്റെ ഒരു പ്രവചനമാണ്. ഈ സ്വപ്നത്തിൽ മനുഷ്യനിർമ്മിതമായ സകല ശക്തികൾക്ക് മേലെ ദൈവത്തിൻ്റെ നിത്യമായ രാജ്യം സ്ഥാപിതമാകുന്നതിൻ്റെ ദർശനം നൽകുന്നുണ്ട്. കൈകൊണ്ട് തൊടാതെ ഒരു കല്ല് മലയിൽ നിന്ന് അടർന്നു വീഴുകയും അത് ബിംബത്തെ തകർത്തെറിഞ്ഞ് ഒരു വലിയ മലയായി വളരുകയും ഭൂമി മുഴുവൻ നിറയുകയും ചെയ്യുന്നതാണ് ആ ദർശനം. ഈ കല്ല് കർത്താവായ യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ഇടപെടലുകളില്ലാതെ കന്യകയായ മറിയത്തിൽ നിന്ന് ജനിച്ചവനാണ് ക്രിസ്തു. അവൻ്റെ രാജ്യമാകട്ടെ എല്ലാ മനുഷ്യ സാമ്രാജ്യങ്ങളെയും നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ദാനിയേൽ പ്രവചനത്തിൻ്റെ ഈ ഭാഗം കർത്താവായ യേശുവിൻ്റെ രക്ഷാകര ചരിത്രത്തിലെ കേന്ദ്രസ്ഥാനത്തെ വ്യക്തമാക്കുന്നു. പുതിയ നിയമത്തിൽ ഈ ദർശനം യേശുവിൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയായി വായിക്കപ്പെടുന്നുണ്ട്. മനുഷ്യൻ്റെ ശക്തിയിൽ അധിഷ്ഠിതമായ ലോകരാജ്യങ്ങൾ താൽക്കാലികമാണ്. എന്നാൽ യേശുവിൻ്റെ സ്നേഹത്തിലും നീതിയിലും അധിഷ്ഠിതമായ രാജ്യം ശാശ്വതമാണ്. മത്തായിയുടെ സുവിശേഷം 21:44 ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകരും, അത് ആരുടെ മേൽ വീഴുന്നുവോ അവനെ അത് തകർത്തു കളയും എന്ന് യേശു തന്നെ ഈ പ്രവചനത്തെ സ്വയം ബന്ധിപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇത് ക്രിസ്തുവിൻ്റെ പരമാധികാരത്തെയും അവിടുത്തെ രാജ്യത്തിൻ്റെ അലംഘനീയതയെയും എടുത്തു കാണിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസ്തോസ്തോമിന് പലപ്പോഴുള്ള സഭാപിതാക്കന്മാർ ഈ പ്രവചനത്തെ ക്രിസ്തുവിൻ്റെ വിജയവും അവിടുത്തെ സഭയുടെ വളർച്ചയുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമ്മുടെ ലോകത്തിൽ ഈ ദർശനത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഇന്ന് അധികാരത്തിൻ്റെ അഹന്തയിൽ, ദുർമോഹത്തിൽ ലോകം പരസ്പരം പോരടിക്കുകയല്ലേ? രാഷ്ട്രീയവും സാമ്പത്തികവുമായ ശക്തികൾ മനുഷ്യൻ്റെ ജീവിതത്തെ ഭരിക്കുന്നതായി പലപ്പോഴും നമുക്ക് തോന്നാം. എന്നാൽ ദാനിയേൽ കണ്ട ഈ സ്വപ്നം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യൻ്റെ എല്ലാ ശക്തി പ്രകടനങ്ങൾക്കും ഒരു പരിധിയുണ്ട് എന്നാണ്. കളിമണ്ണും ഇരുമ്പും ചേർന്ന കാലുകൾ പോലെ ശക്തിയും ബലഹീനതയും ഇടകലർന്നതാണ് നമ്മുടെ ലോകവ്യവസ്ഥിതി. അവിടുത്തെ നീതിയിലുള്ള വാഴ്ചയ്ക്കായി മനുഷ്യൻ വെറുതെ കൈയും കെട്ടി ഇരിക്കണമെന്നല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളിൽ ഊന്നിയ ഒരു ലോകം പടുത്തുയർത്താൻ നമ്മൾ ഓരോ ക്രൈസ്തവരും പരിശ്രമിക്കണം. കർത്താവായ യേശുവിൻ്റെ 2-ാം വരവിനായുള്ള ഒരുക്കത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന പാഠം ദാനിയേൽ 2-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യ സാമ്രാജ്യങ്ങളും നശിക്കുമ്പോൾ ഒരു ദൈവിക രാജ്യം സ്ഥാപിതമാകും എന്ന പ്രവചനം നമ്മുടെ പ്രത്യാശയെ ബലപ്പെടുത്തുന്നു. ഈ ലോകത്തിൻ്റെ തിളക്കത്തിൽ നാം വഴിതെറ്റിപ്പോകാതെ നിത്യമായ ദൈവരാജ്യത്തിനു വേണ്ടി നമ്മുടെ ജീവിതം ഒരുക്കാൻ ഈ തിരുവചനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. വിശുദ്ധ ഫോസ്റ്റീന കൊവാൾസ്കയെ പോലുള്ള വിശുദ്ധർക്ക് വെളിപ്പെടുത്തപ്പെട്ട ദൈവകരുണയുടെ സന്ദേശം അന്ത്യവിധിക്ക് മുമ്പുള്ള ഈ കാലഘട്ടത്തിൽ മാനസാന്തരത്തിനും ഒരുക്കത്തിനുമുള്ള ആഹ്വാനമാണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ക്രിസ്തുവിൻ്റെ 2-ാം വരവിനായി നമുക്ക് ഭംഗിയായി ഒരുങ്ങാം. ലോകത്തിൻ്റെ മോഹങ്ങളും ഭൗതിക ശക്തികളും ഒരു നാൾ നശിച്ചു പോകുമെന്ന് നമുക്ക് ഓർമ്മിക്കാം. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. മനുഷ്യൻ്റെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ നിത്യമായ ശക്തിയിലാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ നാം ഓരോരുത്തരുടെയും ജീവിതം ഒരു കല്ലായി മാറട്ടെ. ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ആ രാജ്യത്തെ ഭൂമിയിൽ വ്യാപിപ്പിക്കാൻ നമുക്കും പരിശ്രമിക്കാം.